ഹലോ, പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു IWC അല്ലെങ്കിൽ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ്, ഒരു EWC അല്ലെങ്കിൽ യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റ് എന്നിവ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. ഒരു ലേ ഔട്ട് തയ്യാറാക്കുക. എസ് അല്ലെങ്കിൽ P ട്രാപ്പ് ഫിക്സ് ചെയ്യുക. ട്രാപ്പ് ചേമ്പറിന് മുകളിൽ IWC ഫിക്സ് ചെയ്യുക. ഫ്ലഷിംഗ് സിസ്റ്റേൺ ഫിക്സ് ചെയ്യുക. EWC ഫിക്സ് ചെയ്യുക. IWC, EWC എന്നിവ ടെസ്റ്റ് ചെയ്യുക. ഇതിനാവശ്യമായ ഉപകരണങ്ങൾ, ടൂൾസ്, യന്ത്രങ്ങൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ബോൾ പീൻ ഹാമർ 1, ഡ്രില്ലിംഗ് മെഷീൻ 1, ചിസൽ 1, പൈപ്പ് wrench 1, സ്ക്രൂ ഡ്രൈവർ 1, ഡബിൾ എൻഡ് സ്പാനർ 1, ഹാമർ 1, hacksaw 1, trowel 1, poker 1, spirit level 1, water tube level 1, measuring tape 1, plumb bob 1, water pump plier 1, spade 1, straight edge 1, motor pan 1, pipe vise 1, GI pipe and fitting as required, thread seal materials as required, plaster of Paris as required, white cement as required, solvent cement as required, angle caulk as required, push caulk as required, cement as required, fine sand as required, IWC with accessories as required, EWC with accessories as required, bricks as required, SW pipe or PVC pipe with fittings as required, water as required, valve as required. ഏതൊരു ഇൻസ്റ്റാളേഷന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് വാട്ടർ സപ്ലൈ ഓഫാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ്. IWCയുടെ ഇൻസ്റ്റാളേഷനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. IWC ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇൻസ്റ്റലേഷൻ ഏരിയ ക്ലിയർ ചെയ്യുകയും അത് നിരപ്പാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ക്ലോസറ്റ് ഉറപ്പിക്കുന്നതിനുള്ള സ്ഥാനം അടയാളപ്പെടുത്തുക. ക്ലോസറ്റിന്റെ മധ്യഭാഗം പിൻവശത്തെ ഭിത്തിക്ക് ലംബമാണെന്ന് ഉറപ്പാക്കുക. ക്ലോസറ്റിന് ഇടം നൽകുന്നതിന് ഈ പോയിന്റ് പിൻവശത്തെ ഭിത്തിയിൽ നിന്ന് കുറഞ്ഞത് 8 ഇഞ്ച് അകലെയായിരിക്കണം. ആവശ്യമായ ഉയരത്തിൽ ലെവലിൽ ഒരു P അല്ലെങ്കിൽ S ട്രാപ്പ് ശരിയായി സ്ഥാപിക്കുകയും വാട്ടർ സീൽ ലെവൽ പരിശോധിക്കുകയും ചെയ്യുക. സോയിൽ പൈപ്പിനൊപ്പം ട്രാപ്പ് ആവശ്യമായ ഉയരത്തിൽ ശരിയായ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുക. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ട്രാപ്പ് ലെവൽ ആണെന്ന് ഉറപ്പാക്കുക. ശരിയായ അലൈൻമെന്റ് നേടുന്നതിന് ആവശ്യാനുസരണം ക്രമീകരിക്കുക. സുരക്ഷിതവും വെള്ളം കയറാത്തതുമായ കണക്ഷൻ ഉറപ്പാക്കിക്കൊണ്ട് സോയിൽ അല്ലെങ്കിൽ ഡ്രെയിൻ പൈപ്പിലേക്ക് ട്രാപ്പ് ബന്ധിപ്പിക്കുക. ട്രാപ്പ്, സോയിൽ പൈപ്പ് മെറ്റീരിയൽ എന്നിവയെ ആശ്രയിച്ച് കംപ്രഷൻ ഫിറ്റിംഗുകൾ അല്ലെങ്കിൽ സോൾവെന്റ് ഫിറ്റിംഗുകൾ എന്നിവ ഉപയോഗിക്കുക. ഒന്ന് 1 എന്ന അനുപാതത്തിൽ സിമന്റ് പേസ്റ്റിലും സിമന്റ് മോട്ടറിലും മുക്കിയ നൂലുപയോഗിച്ച് ക്ലോസറ്റും ട്രാപ്പും കൂട്ടിച്ചേർക്കുക. ഫ്ലഷ് പൈപ്പ് ഹൈ ലെവലിലുള്ള ഫ്ലഷ് സിസ്റ്റേൺ, അതായത് ഫ്ലോർ ലെവലിൽ 900 mm to 1200 mm വാട്ടർ ക്ലോസറ്റ് യോക്കിന്റെയും ഇൻലെറ്റിന്റെയും ഇടയിലായി കണക്ട് ചെയ്യുക.
സപ്പോർട്ട്, സ്ഥിരത, പ്രോപ്പർ സോയിൽ ലൈൻ എന്നിവ നൽകുന്നതിന് അനുയോജ്യമായ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത ക്ലോസറ്റിന് ചുറ്റുമുള്ള ശൂന്യമായ ഇടം നിറച്ച് ക്ലോസറ്റ് അറകളിലേക്ക് മെറ്റീരിയലുകൾ ബാക്ക്ഫിൽ ചെയ്യുക. പാനിന്റെ ഷോർട്ടർ ആമിൽ വലത്തോട്ടും ഇടത്തോട്ടും ഫുഡ് റെസ്റ്റ് ഫിക്സ് ചെയ്യുക. ജലവിതരണ ലൈൻ ഫ്ലഷ് ടാങ്കിലേക്ക് ബന്ധിപ്പിച്ച് അത് ഓണാക്കുക. അതിനുശേഷം എല്ലാ ജോയിന്റുകളും ക്യൂറിംഗ് ചെയ്യാനും സെറ്റിലിംഗ് ചെയ്യാനും അനുവദിക്കുക. തടസ്സം, ചോർച്ച, ജലസമ്മർദ്ദമുള്ള വാട്ടർ സീൽ എന്നിവ മനസ്സിലാക്കാനായി വാട്ടർ സപ്ലൈ ഓണാക്കുക. അടുത്തതായി ഒരു EWC ഇൻസ്റ്റാൾ ചെയ്യാം. EWC ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇൻസ്റ്റലേഷൻ ഏരിയ ക്ലിയർ ചെയ്യുകയും അത് നിരപ്പാക്കുകയും ചെയ്തെന്ന് ഉറപ്പാക്കുക. മലിനജല കണക്ഷനുകളും ടോയ്ലറ്റ് ഫ്ലഞ്ചും പരിശോധിക്കുക. എന്തെങ്കിലും വിള്ളലുകളോ കേടുപാടുകളോ ഉണ്ടായാൽ അത് പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. ടോയ്ലറ്റിനും സോയിൽ ലൈൻ ഡ്രെയിനിനുമിടയിൽ ഒരു സീൽ സൃഷ്ടിക്കാൻ ഫ്ലേഞ്ചിൽ ഒരു വാക്സ് റിംഗ് സെറ്റ് ചെയ്യുക. ചുവടെ കൊടുത്ത ഘട്ടങ്ങൾ പിന്തുടർന്ന് തറയിൽ EWC ഫിക്സ് ചെയ്യുക. ഫ്ലെയിം സോൾട്ടുകളിലേക്ക് ക്ലോസറ്റ് ബോൾട്ടുകൾ സ്ഥാപിക്കുക. അവ സമാന്തരവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുക. ടോയ്ലറ്റ് വാക്സ് റിംഗിലേക്ക് ശ്രദ്ധാപൂർവം താഴ്ത്തുക. ബോൾട്ടുകൾ മൗണ്ടിംഗ് ദ്വാരങ്ങളുമായി അലൈൻ ചെയ്യുക. ടോയ്ലറ്റ് സുരക്ഷിതമാക്കാൻ നട്ട് ബോൾട്ടുകളിൽ മുറുക്കുക. എന്നാൽ കേടുപാടുകൾ തടയാൻ അമിതമായി മുറുകുന്നത് ഒഴിവാക്കുക. EWCയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന PVC ബെൻഡിന്റെയും PVC പൈപ്പിന്റെയും സഹായത്തോടെ ഭിത്തിയിൽ ഫ്ലഷിംഗ് യൂണിറ്റ് ഫിക്സ് ചെയ്യുക. ഇത് തറനിരപ്പിൽ നിന്ന് 900 mm കൂടരുത്. ഫ്ലഷ് ടാങ്കിലേക്ക് വാട്ടർ സപ്ലൈ കണക്ഷൻ നൽകുക. EWCയുടെ ഇൻലെറ്റ് ഓപ്പണിംഗിലേക്ക് ഫ്ലഷ് പൈപ്പ് ബന്ധിപ്പിക്കുക. മറ്റേ അറ്റം ഫ്ലഷ് ടാങ്കിലേക്ക് ബന്ധിപ്പിക്കുക. പൈപ്പ് കണക്ഷനുകൾ അടയ്ക്കുന്നതിനും ചോർച്ച തടയുന്നതിനും O-ring റബ്ബർ വാഷർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ടോയ്ലറ്റ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും അത് ഫ്ലഷ് ചെയ്യുക. കവറും സീറ്റും ഫിക്സ് ചെയ്യുക. ലെവൽ പരിശോധിക്കുക. എയർ ടൈറ്റ് സീൽ ഉണ്ടാക്കാൻ ചുവട്ടിൽ കോൾക്ക് അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് പുരട്ടുക. നോട്ട്: ഫ്ലഷ് ടാങ്ക് ഇൻലെറ്റ് ലെവലിന് ഏറ്റവും കുറഞ്ഞ ഉയരം ആവശ്യമാണെന്ന് നാഷണൽ ബിൽഡിംഗ് കോഡ് വ്യക്തമാക്കുന്നു. ശരിയായ ഫ്ലഷിങ്ങിനായി ഫ്ലഷ് ടാങ്കിലേക്ക് മതിയായ ജലപ്രവാഹം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. അതേസമയം വാട്ടർ സപ്ലൈയുടെ ബാക്ക് ഫ്ലോ അല്ലെങ്കിൽ മലിനീകരണം തടയുന്നു. ഒരു IWCക്ക് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ ഉയരം 1 മീറ്ററാണ്. ഒരു EWCയുടെ കാര്യത്തിൽ ഇത് കുറഞ്ഞത് 0.6 മീറ്ററാണ്. ഈ വീഡിയോയിൽ താഴെ പറയുന്നവയെല്ലാം എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഒരു ലേഔട്ട് തയ്യാറാക്കുക. S അല്ലെങ്കിൽ P ട്രാപ്പ് ഫിക്സ് ചെയ്യുക. ട്രാപ്പ് ചേമ്പറിന് മുകളിൽ IWC ഫിക്സ് ചെയ്യുക. ഫ്ലഷിംഗ് സിസ്റ്റേൺ ഫിക്സ് ചെയ്യുക. EWC ഫിക്സ് ചെയ്യുക. IWC EWC എന്നിവ ടെസ്റ്റ് ചെയ്യുക. ഈ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.